നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. 2018 മെയ്യിൽ പ്രവർത്തനം ആരംഭിച്ച തന്മയ സ്പെഷ്യൽ സ്കൂളിൽ 35ഓളം വിദ്യാർത്ഥികളുണ്ട്. സ്കൂൾ ആരംഭിച്ച വർഷം മുതൽ എല്ലാ ആഘോഷങ്ങളും മികവാർന്ന രീതിയിൽ തന്നെയാണ് നടത്തിയിരുന്നത്. ആടിയും പാടിയും കുട്ടികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും അധ്യാപകരും വിപുലമായ രീതിയിൽ തന്നെ ക്രിസ്തുമസ് ആഘോഷം കൊണ്ടാടി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിൽ നിന്നും അകറ്റാതെ ഒപ്പം നിർത്താൻ തന്മയ പോലുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് കഴിയുന്നുണ്ട്. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള കുട്ടികളെ ഓർത്ത് വിഷമിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. അപ്പം ഓരോ കുട്ടികളെ എടുത്തു നോക്കുമ്പോൾ പല കാരണത്താലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ചില കുട്ടികൾക്ക് ജന്മന ഉണ്ടായിട്ടുണ്ട്, ചില കുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം പല അപകടങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ്. പക്ഷെ നമ്മൾ ഓരോ കുഞ്ഞു മക്കളെ എടുത്ത് പരിശോധിക്കുമ്പം വലിയ പ്രയാസം അഭിമുഖീകരിക്കുന്നവരാണ്. അപ്പം അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങളുണ്ട് നന്നായിട്ട്. പക്ഷേ നമുക്കിപ്പം ഇന്ന് കേരളത്തിനകത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ബഡ്സ് സ്കൂളും അതുപോലെ ഇതുപോലുള്ള IRPC പോലുള്ള സംവിധാനങ്ങളിൽ നന്നായി നമ്മുടെ കുട്ടികളെ പരിപാലിക്കുന്നതിനും അവർക്ക് കൂടുതൽ അവരുടെ ഈ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രയാസത്തിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. IRPCയുടെ കീഴിലുള്ള ഈ സ്കൂൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നയിക്കുന്നുണ്ട്. കുട്ടികളുടെ പരിപാലനത്തിലായാലും മറ്റെല്ലാ കാര്യത്തിലായാലും സമന്വയ ടീച്ചറും വിസ്മയ ടീച്ചറും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. K പ്രമോദ് സ്വാഗതം പറഞ്ഞു. IRPC സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. NV പുരുഷോത്തമൻ, സത്യൻ CM, KK റിജു, KM അജയകുമാർ, പ്രകാശൻ മാസ്റ്റർ, NT സുധീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. നയന ടീച്ചർ നന്ദി പ്രകാശനവും നടത്തി. ഇന്നിപ്പോൾ ഈ ഒരു വർഷം നല്ല നിലയിൽ കുട്ടികളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞു. അടുത്ത വർഷമാകുമ്പോഴേക്കും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറെ പ്രയാസപ്പെടുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഈ മക്കൾ. അവരെ IRPCയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവർക്കുള്ള എല്ലാ സഹായം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.